ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സീറോ ടു ഹീറോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ടേസ്റ്റി ഹെൽത്തിയുമായിട്ടുള്ള ഒരു മുതിരക്കറിയാണ്. ഇത് നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ തന്നെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ വീഡിയോ കാണാം. നന്നായി ചൂടായ ഒരു കുക്കറിലേക്ക് 1 കപ്പ് മുതിര അങ്ങോട്ട് ഇട്ടെടുത്തോളി. തിരിച്ചും മറിച്ചും തിരിച്ചൊക്കെ കഴിയുന്നത് പോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു പരിവാകുന്നത് വരെ ഇളക്കി കൊടുത്തോളി. ഇനി ഇത് 3-4 തവണ അരിച്ചിങ്ങോട്ട് കഴുകിയെടുക്കുക. മുതിരയിൽ നല്ല കല്ലുണ്ടാകാൻ സാധ്യത ഉണ്ട്, അപ്പോൾ അരിച്ച് കഴുകൽ നിർബന്ധമാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ശേഷം 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ. പിന്നെ ഈ മുതിരയിലേക്ക് ആവശ്യം ഒരു 2 പച്ചമുളക് നടുകെ കീറിയത്, 2 തണ്ട് കറിവേപ്പ്, 1 ടീസ്പൂൺ ഉപ്പ്, കൂടാതെ 1/2 കപ്പ് വെള്ളം. നമ്മളിതേക്ക് 1 കപ്പ് മുതിരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. നന്നായി ഇളക്കി കൊടുത്തോളി. കുക്കർ അടച്ച് വെക്കുക. ഒരു 5 വിസിലടിപ്പിച്ചാൽ മതിയാകും. അപ്പോഴേക്കും ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ, കൂടാതെ ഒരു 4-5 ചെറിയുള്ളി, ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിൽ അടിച്ചിങ്ങോട്ട് എടുക്കുക. കുക്കറിൻ്റെ ആവിയൊക്കെ പോയി കഴിഞ്ഞിരിക്കണേ. വെള്ളമൊക്കെ കറക്റ്റാണ്. മുതിര നന്നായി വെന്തിട്ട് ശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങാക്കൂട്ടിലേക്ക് 2 തവി മുതിര അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് നന്നായി പേസ്റ്റാക്കി അരച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതിയാകും. ഇതുപോലെ. ഇത് കറിക്ക് കട്ടി കിട്ടാനും അതുപോലെ തന്നെ ആ മുതിരൻ്റെ ആ ടേസ്റ്റ് ആ കറിക്ക് ഇങ്ങോട്ട് ഇറങ്ങാനും വേണ്ടിയിട്ടാണ്. ശേഷം ഈ കൂട്ടി മുതിരയിലേക്ക് ഒഴിക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സാക്കി കൊടുക്കുക. മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകിയെടുത്തോളൂ കേട്ടോ. നന്നായി മിക്സാക്കി കൊടുക്കുക. കറിക്ക് തന്നെ കണ്ടാലറിയാം ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്നല്ലേ. അടിപൊളി കറിയാണ്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫാക്കാവുന്നതാണ്. ഇത്രയും മതിയാകും. ഇനി ഒരു ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു 4 ചീരുള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുത്തോളൂ. ഇത്രയും മതിയാകും. ഇതിലേക്ക് ഒരു പച്ചമുളക് നടുകെ കീറിയത്, ഒരു തണ്ട് കറിവേപ്പില, ഇതും കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുത്ത് നമ്മളെ കറിയിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചോളി. നമ്മളെ കറീൻ്റെ ആ സ്മെല്ലൊക്കെ അടുക്കളാകെ നിറഞ്ഞിട്ടുണ്ട്. അടിപൊളി കറിയാണ്. അതിൻ്റെ മണം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റണില്ല. അപ്പോൾ അടിപൊളി കറിയാണ്. എല്ലാവരും ഈ കറി ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.